യുദ്ധത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം വാക്യത്തിലുണ്ട്, കർത്താവിൻ്റെ ശക്തി സംഖ്യയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുത്തെ ശക്തി സംഖ്യയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്ന ഒരൊറ്റ ആൾ മതി. പ്രാർത്ഥിക്കുന്ന ഒരാൾ മതി. ആ ആള് ദണ്ടെടുത്ത് ഉപയോഗിക്കണം. മോശ ഒരൊറ്റയാള് ആ പ്രാർത്ഥനയുടെ ദണ്ടെടുത്ത് കടലിന് നേരെ നീട്ടി ഇതേ ലക്ഷക്കണക്കിന് ജനങ്ങൾ വരണ്ട നിലത്തൂടെ കടന്നുപോയി. ഇതേ ഈ ഈജിപ്ഷ്യൻ സൈന്യം, ഭയങ്കര പേര് കേട്ട സൈന്യം മുഴുവനും പപ്പറ്റ് പോലെ, പാവ പോലെ കടലിൽ കൂടെ നടക്കുക. എടുത്തിട്ട പാവ പോലെ, കുട്ടികളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട പാവ പോലെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പൊങ്ങി കിടക്കുക. അവരുടെ ഡെഡ് ബോഡി. ഒറ്റ മനുഷ്യൻ മതി. അതാണ് പറഞ്ഞത് യൂദത്ത് 9:11. നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിക്കേ. അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി 2 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, പ്രാർത്ഥനയുടെ അധികാരദണ്ഡ്, പ്രാർത്ഥനയാകുന്ന ദണ്ഡ് കയ്യിലെടുക്കുക. പ്രതികൂലത്തെ കീറിമുറിച്ച് നിങ്ങൾ നിരാശരാകാതെ, ജീവിത നൈരാശ്യത്തിലേക്ക് പോകാതെ പ്രതികൂലത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കുന്നവർക്ക് വിജയമുണ്ട്. 2, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന തീരുമാനമെടുക്കാതെ ചുറ്റുവട്ടത്തുള്ള മജോറിറ്റിയുടെ സ്വരം കേട്ട് തീരുമാനം എടുക്കാൻ നിൽക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത തീരുമാനമെടുത്താൽ ആ തീരുമാനം എടുക്കുന്നവരും അതിൻ്റെ കൂടെ നിൽക്കുന്നവരും അതിൻ്റെ എല്ലാ കയ്പ് നീരും കുടിക്കേണ്ടി വരും.